ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയല്ലോ. നമുക്ക് ആദ്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് അലോവേര ജെല്ലുണ്ടാക്കി. ആ അലോവേര ജെല്ലാണ് നമുക്ക് ഫസ്റ്റിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. കുറച്ചെടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടയായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മളെ അലോവേര ജെല്ല് മസാജ് ചെയ്തു. നമ്മൾ ഫേസിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. എന്നാൽ ഫേസിൽ അഴുക്കൊക്കെ എങ്ങനെ പോകും എന്ന് കാണിച്ചു തരാം. കാണാൻ മനസ്സിൽ കണ്ടോ, കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ അലോവേര ജെല്ലിട്ട് ഫേസ് ഒന്ന് തുടച്ചപ്പോഴത്തേക്കിനും ഒരുപാട് നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. കണ്ട, മൊത്തത്തിൽ ഒരു ക്ലീനിങ് ഫേസായി. അങ്ങനത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോണം. ഞാൻ എൻ്റെ ചാനലിൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് അലോവേര ജെല്ല് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അതൊന്ന് കണ്ടോക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ചെറിയൊരു തുള്ളി എടുത്തു. ഞാൻ നോർമൽ കളറല്ല, ഞാൻ കുറച്ച് ഫിൽറ്റർ ഒരു മീഡിയം ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നെ യാഗ്ലിയുടെ ഒരു പൗഡർ. ഈ ഒരു പൗഡർ ഞാൻ അങ്ങനെ പൗഡർ ഒത്തിരി ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് വളരെ കുറച്ച്. ഫിൽറ്റർ കൊണ്ട് പൗഡർ പോലും കാണാൻ പറ്റത്തില്ല. നമ്മൾ പൗഡറൊക്കെ തുടച്ച് കളഞ്ഞ് ഫേസിലെ പൗഡറൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഐലൈനർ എഴുതാം. ഫസ്റ്റ് ടൈമാണ് ഫോണിൽ നോക്കി കണ്ണെഴുതുന്നത്. എനിക്ക് ഫോണിൽ നോക്കി കണ്ണെഴുതാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കണ്ണടിയൊക്കെ നോക്കി നമുക്ക് കണ്ണിൽ നോക്കി കണ്ണെഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും അപാകതകളുണ്ടോ ഗൈസ്? നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് വെച്ചിട്ട് തന്നെ ഒരു പൊട്ട് വെക്കാം. മതി. ഇപ്പം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഐലൈനർ, അലോവേര ജെല്ല്, സൺസ്ക്രീന്,
പിന്നെ ഈ ഒരു പൗഡർ ഇത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കമ്മൽ യൂസ് ചെയ്യും. കമ്മൽ സൂമിങ് ചെയ്തിട്ട് കമ്മൽ യൂസ് ചെയ്തതിന് നേരം മാല പൊട്ടിപ്പോയതാണ് ഗൈസ്. ഞാൻ കെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാല എന്നാലും വിയർത്ത് കുടിച്ചിരിക്കണം. എൻ്റെ ഫിൽറ്ററിൽ തന്നെ ലിപ്സ്റ്റിക് ഉണ്ട് കണ്ടു. പൊതുവെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. അതൊക്കെ അങ്ങനെ. നമുക്ക് ഹെയർ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഹെയർ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കൊന്ന് ഹെയർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത്രയുള്ളൂ. ഗെറ്റ് റെഡി വിത്ത് മീ. ടാറ്റാ ബൈ.